ഞാനങ്ങനെ താഴങ്ങാടി കടപ്പുറത്ത് എത്തിയിരിക്കുകയാണ്. ഇതിന് തൊട്ടടുത്ത് തന്നെ ബീച്ചുണ്ട്. ഈ ഒരു ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാലത്ത് മലബാറിൻ്റെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമായിരുന്നു. കാരണം പണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കൊപ്ര, കുരുമുളക്, ഇഞ്ചി, ഉപ്പ് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ അറബി നാട്ടിലേക്കും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്കും കയറ്റി അയച്ചതും അവിടെ നിന്ന് ഒരുപാട് വസ്തുക്കൾ, അതായത് നമ്മുടെ എന്താ പറയുക സിൽക്കിൻ്റെ തുണികൾ, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസൊക്കെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തതും ഈ കടപ്പുറത്ത് വെച്ചാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ അങ്ങനെ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിംഗ് ഒന്നും നടക്കുന്നില്ല. പിന്നെ മാത്രമല്ല, നമുക്ക് ഇവിടെ കാണാനായിട്ടുള്ളത് വളരെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു ജുമാ പള്ളിയുണ്ട്. എന്തായാലും ആ പള്ളിയെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചും ഇനി നമുക്കറിയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താഴങ്ങാടി ചരിത്രം അന്വേഷിച്ച് വന്ന ദർശന ടി വിക്കാരോട് പറയാനുള്ളത്, താഴങ്ങാടി മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ 6-ാം വർഷം ഹിജ്റ 6-ാം വർഷത്തിൽ 6-ാം നൂറ്റാണ്ടിൽ ഇവിടെ സഹാബാക്കൾ വരികയും ഇവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തതായി ചരിത്ര രേഖകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ താഴങ്ങാടിയിൽ ഇന്ന് കാണുന്ന ഈ പള്ളി തന്നെ ഏകദേശം 450 വർഷം പഴക്കമുള്ള പള്ളിയാണ്. മഹാന്മാരായ മുൻകാല പണ്ഡിതന്മാർ പടുത്തുയർത്തിയ ഈ പള്ളി ഇന്നും ചരിത്ര രേഖകളിൽ വളരെയധികം ഉയർന്നു നിൽക്കുന്ന ഒരു പള്ളിയാണ്. താഴങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും നല്ല സൗഹൃദത്തിലും വളരെ യോജിപ്പിലും ഐക്യത്തിലും ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണെങ്കിലും എല്ലാ മതസ്ഥരോടും തുല്യമായ നിലയിൽ ഒരു നല്ല നിലയിൽ പെരുമാറുന്ന ഒരു ജനവിഭാഗമാണ് താഴങ്ങാടി പ്രദേശത്തുള്ളത്. വളരെയധികം മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ മറ്റ് സാധാരണക്കാരും ജീവിക്കുന്ന ഒരു പ്രദേശത്തിൽ യാതൊരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ വളരെ ഐക്യത്തോടും വളരെ യോജിപ്പോടും പണ്ട് കാലങ്ങളിലുള്ള ഇസ്ലാമിൻ്റെ ദർശനമനുസരിച്ച് ഇസ്ലാമിൻ്റെ ജീവിത രീതി അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ് താഴങ്ങാടിയിലുള്ളത്. ഈ പള്ളിയിൽ വളരെയധികം വിദേശങ്ങളിൽ നിന്നും അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാർ ഈ പള്ളിയുടെ തൂണുകളൊക്കെ കണ്ടാൽ അത്ഭുതകരമായി നോക്കിയിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പള്ളിയിൽ വന്ന് പള്ളിയിൻ്റെ ഉള്ളിൽ വന്ന് ഈത്തിക്കാഫ് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായ ഒരു അനുഭൂതി പലരും അനുഭവപ്പെട്ടതായി എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ നിലയിൽ ഈ പള്ളി വളരെയധികം പവിത്രമേറിയതായ അള്ളാഹുവിൻ്റെ ഭവനമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ആയിരക്കണക്കിന് പള്ളികളുള്ള കൂട്ടത്തിൽ വളരെ പുരാതനമായ വടകര താഴങ്ങാടി ജുമാ മസ്ജിദ് വളരെയധികം എന്തുകൊണ്ടും വളരെയധികം സ്മരണീയമായ ഒരു പള്ളിയാണെന്ന കാര്യം യാതൊരുവിധ സംശയവുമില്ല. ഈ നാട്ടിന് ഉള്ള ഐക്യവും ഈ സമാധാനവും ഈ സന്തോഷവും ഈ മുസ്ലിം തമ്മിലുള്ളതായ പരസ്പര സ്നേഹവും ഇവിടെയുള്ള മുൻകാലത്ത് മറഞ്ഞുപോയ മഹത്തുക്കളായ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളും ഔലിയാക്കന്മാരും അന്ത്യവിശ്രമം ഈ പ്രദേശം താഴങ്ങാടി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സൈനാമിദ് ചെറുസീതി തങ്ങൾ അവരൊക്കെയാണ് ഈ രാജ്യത്തിൻ്റെ ഇത്രമാത്രമുള്ളതായ ഉയർച്ചയ്ക്ക് ഏതുവെന്ന് പ്രത്യേകമായി ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. ഈ ഐക്യം നിലനിർത്താൻ എല്ലാ വിധേനയുള്ളതായ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മുദരിസ് അബ്ദുറൌഫ് ഫൈസിയും ഒക്കെ വളരെയധികം ഈ കാര്യങ്ങളിൽ വളരെ ഐക്യത്തോടുകൂടി ജീവിക്കാനുള്ളതായ ഒത്തൊരുമയിലും പ്രവർത്തനങ്ങളിലുമാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പേര് അബ്ദുള്ള മൗലവി വിളക്കോടുന്നത്. സാറിൻ്റെ പേര്? ഓക്കെ. എന്തായാലും താഴങ്ങാടി ജുമാ മസ്ജിദിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. അപ്പോൾ ഇപ്പോഴും അത് മൈത്രിയുടെയും അതുപോലെ തന്നെ
എല്ലാ സർവ്വമതസ്ഥരുമായിട്ടുള്ള സഹിഷ്ണുതയുടെയും ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞു തന്നു. അതുപോലെ തന്നെ ചരിത്രപ്രധാനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. അപ്പോൾ എന്തായാലും ഇനിയും നമുക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ അറിയാനായിട്ടുണ്ട്. ആ വിശേഷങ്ങളിലേക്ക് പോവാം. ഞാനിപ്പോൾ നിൽക്കുന്നത് സാക്ഷാൽ തച്ചോളി ഉദയനൻ ജനിച്ചു വളർന്ന ആ മണ്ണിലാണ്. ശരിക്കും തച്ചോളി ഉദയനൻ്റെ മരണശേഷം ഉണ്ടാക്കിയ ചെറിയൊരു കാവുണ്ട് ഇവിടെ. തച്ചോളി മാണിക്കോത്തുകാവ് ക്ഷേത്രം എന്നാണ് പറയുന്നത്. ആ ക്ഷേത്രത്തിൽ ഇന്ന് ഉത്സവമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചൊക്കെയാണ് ഞാനിവിടെ എത്തിയത്. വർഷത്തിൽ കുംഭം 10, 11 തീയതികളിലാണ് ഇവിടെ ഉത്സവം ആഘോഷിക്കാറുള്ളത്. ശരിക്കും ഇവിടെ നിന്ന് കുറച്ച് നീങ്ങിക്കഴിഞ്ഞാൽ ഉദയനൻ പണിയെടുപ്പിച്ച ലോകനാർക്കാവ് ക്ഷേത്രം കാണാം. എന്തായാലും അതിൻ്റെയൊക്കെ ഒരുപാട് വിശേഷങ്ങൾ നമുക്കിവിടെ അറിയാനായിട്ടുണ്ട്. ഒരു പക്ഷേ ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ആകെ എന്താ പറയുക വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. കാരണം പടക്കുറുപ്പന്മാരുടെ ആ ഒരു മണ്ണിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക വല്ലാത്തൊരു രോമാഞ്ചം തന്നെ ഉണ്ടായി പോവാണ്. എന്തായാലും ഇവിടുത്തെ ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ടുണ്ട്. കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തിലാണ്. അതായത് 2000 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ വിഷ്ണു ക്ഷേത്രത്തിന്. ലോകനാർക്കാവിൽ ക്ഷേത്രത്തിനോട് ചേർന്നാണ് ഈ വിഷ്ണു ക്ഷേത്രം. ശരിക്കും ലോകനാർക്കാവ് ക്ഷേത്രം ഉണ്ടാകുന്നതിന് മുമ്പ് അതായത് ഈ 3 ക്ഷേത്രങ്ങളിൽ വെച്ച് ഫസ്റ്റ് ഉണ്ടായ ക്ഷേത്രമാണ് വിഷ്ണു ക്ഷേത്രം. അതായത് കൊല്ലത്ത് നിന്ന് വ്യാപാരികൾ വ്യാപാരം ചെയ്യാനായിട്ട് ഉദയനൻ്റെ നാട്ടിലേക്ക് വന്നപ്പോൾ അന്ന് അവർ ആവാഹിച്ചു കൊണ്ടുവന്ന ഒരു ശില്പം ഉണ്ടായിരുന്നു. ആ ശില്പത്തിലൂടെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആരംഭം. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിന് പേരില്ല, അത് പേരില്ലാത്ത ഒരു മരമായിരുന്നു. ആ മരത്തിൽ ഒരു ദേവിയുടെ ചൈതന്യം ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് അന്ന് കൊല്ലത്ത് നിന്ന് വന്ന വ്യാപാരികളുടെ കൂടെ ഉണ്ടായ ഒരു നമ്പൂതിരിയാണ്. അപ്പോൾ ആ നമ്പൂതിരി കണ്ടുപിടിച്ച് അങ്ങനെയാണ് അവിടെ നമ്മുടെ ലോകനാർക്കാവ് അമ്മയെ കുടിയിരുത്തിയത്. എന്തായാലും നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് പോവാം. ലോകനാർക്കാവ് ക്ഷേത്രം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് വടക്കൻ പാട്ടുകളൊക്കെ ഓടി വന്നിട്ടുണ്ടാവില്ലേ? യെസ്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒപ്പം നമുക്ക് ലോകനാർക്കാവ് അമ്മയെ ഒന്ന് വണങ്ങാം. അങ്ങനെ ഞാനിപ്പോൾ ലോകനാർക്കാവ് അമ്മയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ശരിക്കും എന്താ പറയുക നമ്മുടെ വടക്കൻ പാട്ടിലെ ഹീറോ തച്ചോളി ഉദയനൻ എല്ലാ അംഗത്തിന് പോകുന്നതിന് മുമ്പും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോവുക. അതുമാത്രമല്ല അദ്ദേഹം അമ്മയുടെ വളരെ ഭക്തനായിരുന്നു. 32 വയസ്സിനുള്ളിൽ 64 അംഗം വിജയിച്ച എന്താ പറയുക യഥാർത്ഥ ഒരു ഹീറോ ആയിരുന്നു തച്ചോളി ഉദയനൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് ലോകനാർക്കാവ് അമ്മയുടെ മുൻപിലാണ്. ശരിക്കും നമ്മളെല്ലാവരും ഒരുപാട് കേട്ടിട്ടുണ്ടാവില്ലേ? കാരണം സത്യം ചെയ്യുകയാണെങ്കിൽ ലോകനാർക്കാവ് അമ്മയെ വെച്ച് സത്യം ചെയ്യണം. അപ്പോഴാണ് ആ സത്യത്തിന് ഒരു മൂർച്ച കൂടുള്ളൂ എന്ന് നമുക്ക് പറയാം.
കാരണം നമ്മുടെ തച്ചോളി, അത് വടക്കമ്പാട്ടിലെ തച്ചോളി ഉദയനൻ, അദ്ദേഹം 32 വയസ്സിനുള്ളിൽ 64 അംഗം വിജയിച്ചത് ഈ ക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ വന്ന് പ്രാർത്ഥിച്ചു പോയിട്ടാണ് കേട്ടോ. ലോകനാർക്കാവിലമ്മയുടെ വലിയൊരു ഭക്തനായിരുന്നു അദ്ദേഹം. കോട്ടക്കലിലേക്ക് ഞാൻ വന്നപ്പോൾ തന്നെ ഒരുപാട് എന്താ പറയുക പഴയ ആ കെട്ടിടങ്ങളും ആ കോട്ടകളുടെ ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് സാധിച്ചു. പക്ഷേ ഒരുമാതിരിപ്പെട്ട ഭാഗങ്ങളൊന്നും ഇന്നില്ല. ഇപ്പോൾ കോട്ടക്കലിലേക്ക് വന്നപ്പോൾ ഏറ്റവും അധികം എനിക്ക് പറയാനായിട്ടുള്ളത് കോട്ടക്കലിലെ ഒരു ക്ഷേത്രമുണ്ട്, വെങ്കിട്ടത്തേവർ ക്ഷേത്രം. ഒരു 2000-ലധികം വർഷത്തോളം പഴക്കമുണ്ട് ആ ക്ഷേത്രത്തിന്. അപ്പോൾ ആ ക്ഷേത്രത്തും അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഒപ്പം ക്ഷേത്രത്തിലെ ഒരുപാട് നമ്മളെ കാണാൻ ആകർഷിക്കുന്ന നല്ല നല്ല പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. ആ പെയിൻറ്റിങ്സ് ഒക്കെ കണ്ടിട്ട് നമുക്ക് ആരംഭിക്കാം. അമ്പലത്തിനകത്ത് കയറിയപ്പോൾ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ പെയിൻറ്റിങ്സ് ആണ് കേട്ടോ. ശരിക്കും 12 വർഷം എടുത്തിട്ടുണ്ട് ഈ അമ്പലത്തിന് ചുറ്റുമുള്ള പെയിൻറ്റിങ്സ് എല്ലാം തന്നെ തീർക്കാനായിട്ട്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അത്ഭുതമായിട്ടുണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ പെയിൻറ്റിങ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ചില പിക്ചേഴ്സ് എല്ലാം റീപെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അത് ഇത്രയും വർഷമായില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ നാശമായി പോയപ്പോൾ അതൊക്കെ ഒന്ന് റീപെയിൻറ്റിങ് നടത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം പഴയതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇത്രയും വർഷമായിട്ട് ആ പെയിൻറ്റിങ്സിനൊന്നും ഒരു കുഴപ്പം പോലും പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അതിശയമുണ്ടാവും. കാരണം പണ്ട് കാലത്തൊക്കെ ഈ നിറങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ കൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ കെമിക്കൽസിൻ്റെയൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ അതിനുള്ള ആയുസ് തന്നെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ ഈ ശില്പങ്ങളുണ്ടല്ലോ, ഇതെല്ലാം തടിയിൽ കൊത്തിയെടുത്തിട്ടാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ അവിടെയൊക്കെ കണ്ടിരിക്കുന്നത് കൂടുതലും ഈ കോൺക്രീറ്റിലൊക്കെ അല്ലെങ്കിൽ കല്ലിലൊക്കെ കൊത്തിയിട്ടുള്ള ശില്പങ്ങളൊക്കെയാണ്. പക്ഷെ ഇവിടെ എല്ലാം തടിയിൽ കൊത്തിയിട്ടുള്ള ശില്പങ്ങളൊക്കെയാണ് കേട്ടോ.
ക്ഷേത്രം വളരെ പ്രാചീനമായ ക്ഷേത്രമാണെന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. ഏകദേശം 2000 വർഷത്തോളം പഴക്കമുണ്ടാകുന്നത്. അതൊക്കെ ഈ പ്രശ്നവശാൽ അറിഞ്ഞതാണ്. എന്താ അതിന് തെളിവെന്ന് ചോദിച്ചാൽ ഒന്നും പറയില്ല. കിഴക്കേക്കോല് ഇവിടെ വന്നതിന് ശേഷമാണ് ഇതിന് ഒരു ആധികാരികമായിട്ടുള്ള രേഖകളോ ഇതൊക്കെയുള്ളത്. അതുവരെ ഈ കോട്ടയ്ക്കൽ എന്ന് പറയുന്ന പ്രദേശം വള്ളുവക്കോനാതിരിയുടെ ഒരു പട്ടാളത്താവളം മാത്രമായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് കിഴക്കേക്കോലത്തിന് കയ്യിൽ കിട്ടിയത് വെച്ചാൽ വള്ളുവക്കോനാതിരി കിഴക്കേക്കോലം സാമൂതിരി കുടുംബത്തിൻ്റെ ഒരു ശാഖയാണ്. അപ്പോൾ ഈ വള്ളുവക്കോനാതിരി സാമൂതിരിയുടെ ഒരു മന്ത്രിയായിരുന്ന തിനയഞ്ചേരി ഇളയതിനെ വധിച്ചു. അപ്പോൾ അതിനൊരു പകരം വീട്ടാൻ വേണ്ടിയിട്ട് സാമൂതിരി കോട്ടയ്ക്കലേക്ക് ഒരു പട നയിക്കുകയും ആ പടയെ നയിച്ചത് കിഴക്കേക്കോലത്തെ ഒരു തമ്പുരാനായിരുന്നു. അതിന് പകരമായിട്ട് വള്ളുവക്കോനാതിരിയുടെ മന്ത്രിയായിരുന്ന കരുവായൂർ മൂസിനെ ഈ കോട്ടയിലിട്ട് വധിച്ചു. അങ്ങനെയാണ് ഈ കിഴക്കേക്കോലം സാമൂതിരിപ്പാടിൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ടിപ്പുവിൻ്റെ ആക്രമണകാലത്ത് മലബാറിലുള്ള ഭാഗങ്ങളൊക്കെ അവർ കീഴടക്കി. അപ്പോൾ ഇവിടുത്തെ മിക്ക രാജാക്കന്മാരെയും അവർ കീഴടക്കിയിരുന്നു. അപ്പോൾ രാജാക്കന്മാരെല്ലാവരും തിരുവിതാംകൂറിലേക്ക് അഭയം തേടി ധർമ്മരാജ എന്ന് പറഞ്ഞ രാമവർമ്മ രാജയുടെ അടുത്തേക്ക് അഭയം തേടി പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ടിപ്പുവിൻ്റെ കീഴിലായിരുന്നു. പിന്നെ ശ്രീരംഗത്ത് വെച്ച് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധത്തിൽ ടിപ്പു മരിച്ചപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വന്നു. ബ്രിട്ടീഷുകാർ അതാത് സ്ഥലത്തെ നാടുവാഴികളെ തിരിച്ചേൽപ്പിച്ചു. അപ്പോൾ വീണ്ടും ഈ സ്ഥലം സാമൂതിരിപ്പാടിൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ സാമൂതിരിപ്പാട് ഒരു സമ്മാനമായിട്ട് ഈ സ്ഥലം ആ പട നയിച്ച കിഴക്കേക്കോലം തമ്പുരാന് കിട്ടിയിരുന്നു. അപ്പോൾ ഇവിടുത്തെ അന്നത്തെ കിഴക്കേക്കോലത്തെ അംഗങ്ങളായിരുന്ന വിദുഷിയായിരുന്ന മനോരമ തമ്പുരാട്ടി മക്കളായിരുന്നു. അവർ തിരുവിതാംകൂറിലെ കുന്നത്തൂരാണ് താമസിച്ചിരുന്നത്. അവർ തിരിച്ച് ഇനിയിപ്പോൾ കോഴിക്കോട്ടേക്ക് പോകണില്ല, കോട്ടയ്ക്കലേക്കാണ് വരണമെന്ന് പറഞ്ഞ് ഇവിടെ വരികയും ഇവിടെ വന്നപ്പോൾ ഈ അമ്പലമൊക്കെ തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ മനോരമ തമ്പുരാട്ടിയുടെ മകനായിരുന്ന ശക്തൻ തമ്പുരാനാണ് 1025 ഈ ക്ഷേത്രം പുനരുദ്ധരിച്ചിട്ട് ഇവിടെ കല്ലൂർ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ നവീകരണ കലശമൊക്കെ നടത്തിയത്. അന്ന് മുതൽക്ക് ഈ ക്ഷേത്രം കിഴക്കേക്കോലത്തിൻ്റെ കയ്യിലാണ്. കിഴക്കേക്കോലത്തിൻ്റെ താഴ്ചയോടും ഉയർച്ചയോടും ഒക്കെ കൂടെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ ക്ഷേത്രം. പിന്നെ മനോരമ തമ്പുരാട്ടിയുടെ മകളുടെ മകനാണ് ഇതിൻ്റെ ചുറ്റുമുള്ള മ്യൂറൽ പെയിൻറ്റിങ്സ് ഉണ്ടാക്കിയത്, 2 ഗോപുരങ്ങൾ ഉണ്ടാക്കിയത്, പത്തായപ്പര, ഈ തടപ്പുള്ളി, പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. ഈ ചുറ്റുമുള്ള മതിൽ കെട്ടിച്ചത്. അങ്ങനെ ഇവിടുത്തെ പ്രതിഷ്ഠ അർദ്ധനാരീശ്വരനാണ്. പാർവതി സമേതനായിട്ട് ഇരിക്കുന്ന ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ക്ഷേത്രത്തിന് പ്രാധാന്യം എന്താ വെച്ചാൽ വിശ്വാസികളുടെ അനുഭവങ്ങളാണല്ലോ ഓരോ ക്ഷേത്രത്തിൻ്റെയും പ്രാധാന്യമായിട്ട് വരുന്നത്. ഇവിടെ ഒരുപാട് വിശ്വാസികളുണ്ട്, അവർക്കൊക്കെ വളരെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് ഈ ഐതിഹ്യങ്ങളൊക്കെ ഈ ക്ഷേത്രമായിട്ട് കെട്ടുപണഞ്ഞ് കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു കാലത്ത് വലിയ കേമായിട്ട് നടക്കുകയൊക്കെ ചെയ്തിരുന്നു. കിഴക്കേക്കോലം നല്ല നിലയിലായിരുന്ന കാലത്ത്. പിന്നീട് ഈ ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇതിനുള്ള ഈ ഭൂമിയൊന്നും ഇല്ലാതായപ്പോൾ ക്ഷേത്രം കുറച്ച് ക്ഷീണിച്ചു. ഇപ്പോൾ വീണ്ടും ഒരുപാട് നല്ല നിലയിലേക്കൊക്കെ എത്തുന്നുണ്ട്. ഇതിന് ചുറ്റും മ്യൂറൽ പെയിൻറ്റിങ്സ് കേരളത്തിലെ തന്നെ ശശിഭൂഷൺ എഴുതിയിലെ കേരളത്തിൽ തന്നെ ഏറ്റവും അപൂർവങ്ങളായിട്ടുള്ള ചിത്രങ്ങൾ ആ ഭാഗത്ത് കാണാം. വടക്കേ ഭാഗത്ത് ഒരു പക്ഷിദുർഗയുടെ ചിത്രമൊക്കെ കാണാം. അതൊക്കെ വളരെ അപൂർവമാണ്. അതുപോലെ പടിഞ്ഞാറ് ഭാഗത്ത് അയ്യപ്പൻ ശാസ്താവ്, ശബരിമല അയ്യപ്പനല്ല, ശാസ്താവ് ഭാര്യയോടും പുത്രനോടും, പ്രഭ എന്നുള്ള ഭാര്യയോടും സത്യകൻ എന്നുള്ള പുത്രനോടും കൂടിയുള്ള ചിത്രമുണ്ട്. അത് വളരെ അപൂർവങ്ങളായിട്ടുള്ള മോഹിനി വിഷ്ണുമായ, അത് ശിവനും പാർവതിയും വിഷ്ണുമായും കൂടിയിട്ടുള്ളൊരു മോഹിനി രൂപത്തിൽ വന്നിട്ടുള്ള ഒരു ചിത്രമുണ്ട്. അതും ഇതുപോലെ വളരെ അപൂർവങ്ങളായിട്ടുള്ള ചിത്രങ്ങളാണ്. പിന്നെ അതിൻ്റെ മുകളിൽ കൃഷ്ണൻ്റെ കഥകളൊക്കെയാണ് ഇതിൻ്റെ മുകളിൽ. അത് മെറ്റലാണ്. അങ്ങനെ 2 തട്ടായിട്ടുള്ള ഇതിൻ്റെ. പിന്നെ ഇവിടുത്തെ ശാന്തിക്കാരൊക്കെ പറയണേക്കെ, അവർ ശാന്തിക്കാരൻ പറയുന്നുണ്ട്, ഉള്ളിൽ നിന്ന് പൂജിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു ജലധാര ഇങ്ങനെ ഒഴുകണ ശബ്ദം കേൾക്കാറുണ്ട്. ജലാധിവാസമാണെന്നാണ് കേട്ടിരിക്കുന്നത്. മാത്രമല്ല ആ കുളത്തിൽ കൂടി ഒരു ഗുഹ ഇങ്ങനെ പോകുന്നതും നമ്മൾ കാണാം. ഏതുവരെ ആ ഗുഹ പോകുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആർക്കും അറിയില്ല. പണ്ടത്തെ കാലത്ത് കുറച്ച് ദൂരമൊക്കെ ഓരോരുത്തർ പോയി നോക്കിയിട്ടുണ്ട് അത്ര. ഇപ്പൊക്കെ ചളി വന്നറിഞ്ഞിരിക്കുന്നത്. ഇതിൽ കൂടി ഒരു ഗുഹയും പോകുന്നുണ്ട്. അതൊക്കെ ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അർദ്ധനാരീശ്വരനായിട്ടുള്ള ശിവൻ എന്ന് പറയുമ്പോൾ ഇവിടെ അടുത്തൊന്നുമില്ല. ഗണപതിയും സുബ്രഹ്മണ്യനും എല്ലാവരും കൂടിയിട്ട് സകുടുംബം വിരാജിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശാന്തനും സൗമ്യനാണ് ഇവിടുത്തെ തേവര എന്നാണ് ഞങ്ങൾ പറയുക. എന്തായാലും അമ്മയെ തൊഴുതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒപ്പം നല്ല സുന്ദരമായ കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും എത്താം അടുത്ത ആഴ്ച. സ്നേഹത്തോടെ ബൈ പറയുന്നു. ഞാൻ നന്ദു.